ശ്രീ ഷാബു പ്രസാദ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, 2 കാര്യങ്ങളാണ് PC ജോർജ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിലുള്ളത്. ഒന്ന്, ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ എന്നതാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്ക്. 4.5 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 ഇരട്ടിയാണ്. ആ തരത്തിൽ പണമൊഴുക്കുണ്ടായി എ ക്ലാസ് മണ്ഡലങ്ങളിൽ അടക്കം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ പണം ചെലവഴിച്ചിട്ട് അത് പാർട്ടി പ്രവർത്തനത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ ബൂത്ത് കമ്മിറ്റികൾക്കോ കിട്ടിയില്ല. പകരം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആളുകളടക്കം അത് മുക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായി അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണം. പിന്നീട് അത് സെറ്റിൽ ചെയ്തു. നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ കഥ പറയുമ്പോൾ മുഴുവനും കഥയും പറയണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അത് വിളിച്ചു പറഞ്ഞതിൽ സൂചിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന 2 അട്ടിമറികളുണ്ട്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കളിക്കില്ലേ? ഇതൊരു തുടക്കം മാത്രം. 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 4.5 കോടി ചെലവഴിക്കപ്പെട്ടു എന്നത് ഈ രാജ്യത്തെ ഗുരുതരമായ ഒരു നിയമവിരുദ്ധതയല്ലേ എന്നുള്ളതാണല്ലോ മധുവിന്റെ ആദ്യത്തെ ചോദ്യം, അല്ലേ? അതെ, അങ്ങ് പറയും. ഓക്കെ മധു, നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന എല്ലാ ജനപ്രതിനിധികളും അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അതായത്, ഞാൻ ഈ മണ്ഡലത്തിൽ എൻ്റെ ഇലക്ഷൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ 40 ലക്ഷം രൂപയിൽ കൂടുതൽ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്തുന്ന എന്ന കണക്കാണ് ആദ്യത്തെ ഏറ്റവും വെരി ഫസ്റ്റ് ആ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. ഇതാണ് ഈ ഒരു കൊടിയ പച്ചക്കള്ളത്തിൽ നിന്നാണ് ഓരോ എല്ലാ പാർട്ടി, അക്രോസ് ഓൾ പാർട്ടീസ്, ഞാൻ ആരെയും ഇതൊക്കെ പറയുന്നില്ല, അതല്ലേ അതിന്റെ ശരി, അവരുടെ ഈ ലെജിസ്ലേറ്റീവ് കരിയർ ആരംഭിക്കുന്നത് ഈ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ല. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പ്രമുഖ പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കുന്നത്, അതായത് ആവറേജ് വരുന്നത് ഏകദേശം 5-നും 10-നും കോടിക്കടുത്താണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. 40 ലക്ഷം മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വകാര്യമായിട്ട് പറയാൻ ആർക്കും കഴിയുന്ന കാര്യമല്ല. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. പക്ഷെ 4.5 കോടി ചെലവാക്കിയെന്നും ആരും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാറില്ല. ഒരു നിയമലംഘനം ഉണ്ടായാൽ എത്രയോ നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എവിടെയാണ് നിയമ സംവിധാനത്തിൽ ഇടപെടാൻ കഴിയുക? വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ്. അതെ, സമയം കിട്ടുമ്പോൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി, നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. കറക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന ഒരു എന്താണ് നഗ്ന സത്യമാണത്. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. PC ജോർജിന്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാം. ജോർജിന്റെ ഒരു തോന്നില്ല, പുള്ളി വായി വരുന്നത് എന്താണോ മുൻപിൻ ആലോചിക്കാതെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. അതിന്റെ ആ നാവിന്റെ ചൂടറിയാത്തവരാരും ഇവിടെ ഉണ്ടല്ലോ. അത് മാധ്യമപ്രവർത്തകരായാലും ശരി, രാഷ്ട്രീയ എതിരാളികളായാലും ശരി, അടുപ്പമുള്ളവരായാലും ശരി. എനിക്കൊരു സംശയം, അദ്ദേഹം തന്നെ ഈ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ മറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. ഒരു മണ്ഡലത്തിൽ 4.5 കോടി ചെലവാക്കിയോ 3 കോടി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പണം വാരി എറിയും എന്നുള്ളതൊരു ഈ 40 ലക്ഷം കൊണ്ട് മൂക്കിപ്പൊടി മേടിക്കാൻ പോലും തികയില്ല എന്ന്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അവിടെ മര്യാദയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും തികയില്ല ഈ 40 ലക്ഷം കൊണ്ട്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അങ്ങ് പറയുന്നത് PC ജോർജ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നാണോ? 4.5 കോടി ചെലവാക്കിയിട്ടുണ്ടാകുമെന്നാണ് അങ്ങും വിചാരിക്കുന്നത്? നിന്റെ കാര്യത്തിൽ തീരുമാനം ഞാനതാ പറഞ്ഞത്. എല്ലാ BJP എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട സീരിയസ് ആയി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കോടികൾ ഇറക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലയ്ക്ക് പറയാം എന്നതേ ഉള്ളൂ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പ്രപഞ്ച സത്യം എന്ന നിലയ്ക്ക് പറയാമെന്നേ ഉള്ളൂ. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് താത്വികമായി പറയാം. പക്ഷേ നമ്മുടെ ജസ്റ്റ് അല്ല കണക്കുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വെറുതെ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ, ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒപ്പം ഈ ക്യാമറയും മൈക്കും കൊണ്ടൊക്കെ പോകുന്നവരല്ലേ. പറയുന്നുണ്ട് അതിലുണ്ട്.
നിങ്ങൾ ഇപ്പൊ മാധുരിപ്പ ഇവിടെ ഇരുന്ന് വെറുതെ തർക്കിക്കാൻ വേണ്ടിട്ട് പറയാം എന്നുള്ളതല്ലാതെ അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങയുടെ ടേക്ക് എന്താണ് ഈ വിഷയത്തിൽ? പി സി ജോർജ് പറഞ്ഞതാണ് പരമമായ സത്യം, അതായത് പി സി ജോർജ് ആദ്യം പറഞ്ഞതാണ് പരമമായ സത്യം. നാണം കെടും, പിന്നെ നാട്ടുകാരെല്ലാം കൂടെ എന്റെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടി. 4.5 കോടി ചെലവാക്കിയിട്ടുണ്ട് എന്നതാണോ അങ്ങയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം? പി സി ജോർജ് എന്നല്ല, പി സി ജോർജിന്റെ കാര്യം പറയൂ. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അതായത് തെരഞ്ഞെടുപ്പ് അല്ലല്ല, ഞാനിവിടെ പറഞ്ഞ കാര്യം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? അതായത് BJP എന്നുള്ളതല്ല, ഈ ഇങ്ങനെയുള്ള ഈ ഇലക്ഷനിൽ പണം ചെലവാക്കുന്ന കാര്യത്തിൽ BJPയും ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മുക്തമൊന്നുമല്ല. എന്താ വിചാരം? ഞാൻ അതേ പറഞ്ഞുള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, നമുക്കത് CPM-നോടും കോൺഗ്രസിനോടും അടക്കം ചോദിക്കാം. നിങ്ങളുടെ പ്രതിനിധികളൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിക്കാം. എന്താ വേണ്ടേ, നിക്കണോ അതോ പോണോ? ഇത് നോക്കൂ, അല്ല, സംസ്ഥാനത്ത് അങ്ങനെ ഈ അനുവദിക്കപ്പെട്ട പണത്തിന് അപ്പുറത്തേക്ക് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തു വന്നിട്ട് നിയമ നടപടി എടുക്കാത്ത ഉദാഹരണങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. അത് കലക്കി. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, 4.5 കോടിയുടെ കണക്ക് അദ്ദേഹം മലക്കം പറഞ്ഞു എന്നത് ശരിയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നതിൽ അവാസ്തവമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങയോട് ചോദിച്ചത് പി സി ജോർജിനെ കുറിച്ചും പൂഞ്ഞാറിനെ കുറിച്ചുമാണ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അങ്ങ് അത് എല്ലായിടത്തെയും പോലെ പി സി ജോർജും ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ അല്ല കിട്ടിയില്ല അല്ലേ? ഞാൻ അല്ല, ഇനി പി സി ജോർജ് പറഞ്ഞത് മാത്രമാണ് നമുക്ക് പിടിക്കുന്നെങ്കിൽ പി സി ജോർജ് അത് തിരുത്തിയിട്ടുമുണ്ട് എന്ന് പറയേണ്ടി വരും. അതല്ലാണ് നമ്മുടെ സിസ്റ്റം. പുള്ളി ഒറ്റ ബുദ്ധിയ. അതിന്റെ മുകളിലാണല്ലോ യാഥാർത്ഥ്യം. ഞാൻ പക്ഷെ അവസാന നിമിഷം കൈവിട്ടു. പിന്നെന്താ പ്രശ്നം? പറഞ്ഞത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? പക്ഷെ പറഞ്ഞത് തിരുത്തുമ്പോൾ കുറച്ചുകൂടി വിശ്വസനീയമായ രീതിയിൽ തിരുത്തണമല്ലോ. അതിൽ വിശ്വസനീയത വേണം. കാരണം അദ്ദേഹം രാവിലെ, ഞാനാണ് ഇവിടെ വാർത്ത വായിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ സംസാരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എരുമേലിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പൂർത്തീകരിക്കട്ടെ എരുമേലിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, എന്നെ കുറച്ച് കണക്കുകൾ കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ വേണമെങ്കിൽ ഞാനത് വീണ്ടും കേൾപ്പിക്കാം. അദ്ദേഹം അതിനു മുൻപ് പറഞ്ഞത്, ഞാൻ ഈ സജി കൂരിക്കാട്ടിനോട് കണക്ക് ചോദിച്ചു, 3 ദിവസം കണക്ക് തന്നില്ല, 3 ദിവസം കഴിഞ്ഞ് കണക്ക് തന്നു, 4.5 കോടിയുടെ കണക്ക് എഴുതിയിട്ടുണ്ട്, എന്നെ കാണിച്ചു. ആ 4.5 കോടിയുടെ കണക്കിൽ പലരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഈ കണക്കുകൾ അറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഇത് ഏൽപ്പിക്കേണ്ട ആളുകളോട് ചോദിച്ചപ്പോൾ അവരത് മറന്നുപോയി എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. എന്നിട്ട് ആ പണം ഞാൻ വാങ്ങി വീട്ടിലെ ബൈബിളിൽ വെച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു മനുഷ്യനാണ് പിന്നീട് പറയുന്നത്, ഞാൻ എരുമേലി പരിപാടിക്ക് എന്നപ്പോൾ എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് കണക്ക് കാണിച്ചു, അപ്പോൾ പിന്നെ ഞാൻ വായി വന്ന് വിളിച്ചു പറഞ്ഞാണെന്ന്. അതെങ്ങനെ ശരിയാവും സാറേ? ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ അല്ലല്ല, ഒരു കാര്യം എങ്ങനെ ശരിയാവും എന്നുള്ളത് നിങ്ങൾ പി സിയോട് തന്നെ ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞ പി സിയുടെ വാക്കുകൾ മാത്രം എടുത്താൽ പി സി അങ്ങനെ പറഞ്ഞു, പി സി അത് തിരുത്തുകയും ചെയ്തു, അല്ല സംഭവം കഴിഞ്ഞു. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ അങ്ങനെ സംഭവം കഴിഞ്ഞു എന്ന അങ്ങേക്ക് അഭിപ്രായം ഉള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടില്ല, അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളത്. അതായത് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജിനോട് ചോദിക്കണം എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം അത് തിരുത്തിയതോടുകൂടി ആ വിവാദം അവസാനിച്ചു എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങേക്കതിൽ രാഷ്ട്രീയമായ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവാസ്തവമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. എനിക്ക് രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പി സി ജോർജ് അങ്ങനെയാണ്. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ പറയേണ്ടത് ആ സമയത്ത് ഈ പുള്ളിയുടെ വായിന്ന് വീണുപോകും. ആർക്കും എന്നെ തടുക്കാനാവില്ല. അന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്.